കനിവിൻ്റെ മാലാഖ 1910 ആഗസ്റ്റ് 26-നായിരുന്നു ആഗ്നസിൻ്റെ ജനനം. ചെറുപ്പത്തിൽ തന്നെ അവൾ വായിച്ചിരുന്നത് മിഷണറിമാരുടെ ജീവിത കഥകളായിരുന്നു. ആഗ്നസ് 18-ാം വയസ്സിൽ തന്നെ മിഷണറിയാകാനുള്ള ആഗ്രഹത്താൽ ലൊറോത്ത സന്യാസിനി സമൂഹത്തിൽ ചേർന്നു. 1937 മെയ് 24-നായിരുന്നു ആഗ്നസിൻ്റെ നിത്യവ്രത വാഗ്ദാനം നടന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികളും പാവങ്ങളുടെ രോദനവും സിസ്റ്റർ തെരേസയ്ക്ക് ദൈവവിളിയെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച നൽകി. ദൈവവിളി തിരിച്ചറിഞ്ഞ സിസ്റ്റർ തെരേസ ഉപവയുടെ സഹോദരിമാർ എന്ന സന്യാസ സമൂഹം രൂപം നൽകി. എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും പ്രതീകമായി നീലക്കരയുള്ള വെള്ള സാരി ഔദ്യോഗിക വസ്ത്രമായി സ്വീകരിച്ചു. ഇതുപോലെ തന്നെ പുരുഷന്മാർക്കായി ഉപവയുടെ സഹോദരന്മാർ എന്ന സന്യാസ സമൂഹം രൂപം നൽകി. ഇതുപോലെ തന്നെ സഭയുടെ പ്രവർത്തനങ്ങൾ വിദേശ രാജ്യങ്ങളിലും വ്യാപിച്ചു. പ്രാർത്ഥനയും പ്രവർത്തനവും കോർത്തിണക്കിയ ജീവിതമായിരുന്നു മദറിൻ്റേത്. മദറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി ലഭിക്കുന്നത് ദിവ്യബലിയിൽ നിന്നായിരുന്നു. എല്ലാവരും വെറുത്തിരുന്ന കുഷ്ഠരോഗികളെ അമ്മ അലിവോടെ പെരുമാറി. അവർക്ക് ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും അമ്മ നൽകി. മദറിൻ്റെ പ്രവർത്തനം മാനിച്ചുകൊണ്ട് പത്മശ്രീ അവാർഡും ഭാരതരത്ന അവാർഡും ഭാരത സർക്കാർ നൽകി. നമുക്ക് ചുറ്റുമുള്ള ദുരന്തം അനുഭവിക്കുന്നവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക എന്ന സന്ദേശമാണ് മദർ നമുക്ക് നൽകുന്നത്. 1997 സെപ്റ്റംബർ 5-ന് ഈ കനിവിൻ്റെ മാലാഖ ഈ ലോകത്തോട് വിട പറഞ്ഞു. 2016 സെപ്റ്റംബർ 4-ന് റോമിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ജയ ക്രൈസ്റ്റ്.